Let's see what is a plane angle. Plane angle definition എന്ന് പറയുന്നത് it is the ratio of length of arc ds to the radius r. ഇപ്പോൾ plane angle എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ് ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ്. ഈ പ്ലെയിൻ ആംഗിൾ ഒരു 2-dimensional കോൺസെപ്റ്റ് ആണ്. ദാറ്റ് ഇസ് വി നോ പ്ലെയിൻ ഇസ് എ 2-dimensional തിങ്. യൂണിറ്റ് ഓഫ് പ്ലെയിൻ ആംഗിൾ ഇസ് റേഡിയൻ. റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സിമ്പിൾ റാഡ് ആണ്. ഇപ്പോൾ പ്ലെയിൻ ആംഗിൾ മനസ്സിലാകാൻ വേണ്ടി നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. ലെറ്റ് us കൺസിഡർ സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ഒരു സർക്കിൾ ഉണ്ട്, അതിൻ്റെ റേഡിയസ് ആർ ആണ്. ഇനി ഈ സർക്കിളിൻ്റെ ഒരു സ്മോൾ സെക്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ഒരു സ്മോൾ സെക്ടർ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ സെക്ടറിൻ്റെ 2 പോയിന്റ് എയും ബിയുമായിട്ട് എടുക്കാം. സോ ദിസ് എ ബി ലെങ്ത് ഇസ് നോൺ ആസ് ആർക്ക് ലെങ്ത്, ഓർ ഹിയർ ഐ റെപ്രസെന്റ് ആർക്ക് ലെങ്ത് ബൈ ഡി എസ്. ഈ ഡി എന്ന് പറയുന്നത് ഒരു സ്മോൾ ഫ്രാക്ഷനെ സൂചിപ്പിക്കാനാണ്. ഇവിടെ തൊട്ട് നമ്മൾ പല ക്വാണ്ടിറ്റീസും ഡി എന്നുള്ള പ്രിഫിക്സ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. ദാറ്റ് ഇസ് ഡി എച്ച്, ഡി വൈ, ഡി ടി എക്സെട്ര. ഇപ്പം ഡി ഏതൊരു ക്വാണ്ടിറ്റിയും വന്നാൽ എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ക്വാണ്ടിറ്റി, അതാണ് ഡി എച്ചിൻ്റെ മീനിങ്. സപ്പോസ് ഞാൻ ഡി എൽ എന്ന് എടുക്കുവാണ്, എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ലെങ്ത്. ഡി ടി എന്ന് എടുക്കുവാണ്, എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് ടൈം. സോ ഡി എസ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ എമൗണ്ടിൽ ഏത് ക്വാണ്ടിറ്റീസിനെ എടുക്കാണ്. ഹിയർ ദാറ്റ് മീൻസ് ആർക്ക് ലെങ്ത്. സോ എ ബി സി ആർക്ക് ലെങ്ത്. അപ്പോൾ ഈ സെക്ടർ സെന്ററിൽ ഒരു ആംഗിൾ സബ്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഇസ് ദർ ഇസ് ആൻ ആംഗിൾ എ ഒ ബി സബ്സ്റ്റെൻഡഡ് അറ്റ് ദി സെന്റർ. ലെറ്റ് us കൺസിഡർ ദാറ്റ് ആംഗിൾ ടു ബി ഡി തീറ്റ. അപ്പോൾ ഡി തീറ്റയാണ് പ്ലെയിൻ ആംഗിൾ എന്ന് പറയുന്നത്. ഇൻ ജനറൽ തീറ്റ ഇസ് ഡിഫൈൻഡ് ആസ് റേഷ്യോ ഓഫ് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. അപ്പോൾ ഇവിടെ ഞാൻ ചെറിയൊരു ആംഗിളെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് ഇവിടെ എഴുതുമ്പോൾ ഇറ്റ് ഇസ് ഡി തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ലെങ്ത് എന്നുള്ളത് ചെറിയ ലെങ്തായ ഡി എസ് ആണ്, ഡിവൈഡഡ് ബൈ റേഡിയസ്. അതാണ് പ്ലെയിൻ ആംഗിളിന്റെ ഡെഫിനേഷൻ. ഡി തീറ്റ ഇസ് ഈക്വൽ ടു ഡി എസ് ബൈ ആർ. ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം, ഇറ്റ് ഇസ് ഓൾവേസ് മെഷർഡ് ഇൻ റേഡിയൻ. നമ്മൾ നോർമലി ആംഗിൾ മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ആണ് ഡിഗ്രി. ഇവിടെ ഡിഗ്രി അല്ല ഉപയോഗിക്കുന്നത്, വി ഹാവ് ടു യൂസ് റേഡിയൻ. പല ക്വസ്റ്റ്യൻസിലും ഡിഗ്രിയിൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിലും നമ്മളത് റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ഒരാവശ്യകതയുണ്ട്. അത് മറന്നു പോകരുത്. ഓൾവേസ് പ്ലെയിൻ ആംഗിൾ ഇസ് മെഷേർഡ് ഇൻ റേഡിയൻ. ഇനിയും ഇവിടെ നമ്മൾ ഈ സർക്കിളിൻ്റെ ചെറിയൊരു സെക്ടറെ കൺസിഡർ ചെയ്തോളൂ. നമുക്കൊരു എൻറ്റയർ സർക്കിൾ കൺസിഡർ ചെയ്ത് നോക്കാം. സോ ദെയർഫോർ എ കംപ്ലീറ്റ് സർക്കിൾ, അതായത് ഒരു കംപ്ലീറ്റ് സർക്കിൾ കൺസിഡർ ചെയ്താൽ എന്തായിരിക്കും തീറ്റയുടെ വാല്യൂ? ലെറ്റ് us കൺസിഡർ കംപ്ലീറ്റ് സർക്കിൾ ഓഫ് റേഡിയസ് ആർ. ഈ സർക്കിളിനെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സബ്റ്റെൻഡ് ചെയ്യുന്ന ആംഗിൾ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പ്ലെയിൻ ആംഗിളിന്റെ ഫോർമുല നമുക്കറിയാം, ഇറ്റ് ഇസ് ആർക്ക് ലെങ്ത് ബൈ റേഡിയസ്. ഇവിടെ ആർക്ക് ലെങ്ത് എന്താണ്? ഒരു സർക്കിൾ കംപ്ലീറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ, ദാറ്റ് ഇസ് 2πr. അപ്പോൾ ആർക്ക് ലെങ്ത് 2πr, റേഡിയസ് നമുക്കറിയാം r. ഇവിടെ ആറും ആറും ക്യാൻസൽ ചെയ്യും. വിൽ ഗെറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു 2π റേഡിയൻ. ആൻഡ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സർക്കിൾ കൺസിഡർ ചെയ്താൽ ഈ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 2π ആണ്. ഇനി ഡിഗ്രി ടേംസിൽ ഒരു സർക്കിൾ കംപ്ലീറ്റ് ചെയ്താൽ അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. എന്നാൽ റേഡിയൻ ടേംസിൽ അത് 2π ആണ്. സോ വി ക്യാൻ ഇക്വേറ്റ് 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2π. 360 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2π റേഡിയൻ. അപ്പോൾ ഈ റിലേഷനിൽ നമുക്ക് ഒരു ഡിഗ്രി എന്താണെന്ന് എഴുതാം. സോ 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു 2π ബൈ 360 റേഡിയൻ. ഓർ ഇവിടെ 2ഉം 360 ക്യാൻസൽ ചെയ്യുവാണെങ്കിൽ ഐ ക്യാൻ റൈറ്റ് 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു π ബൈ 180 റേഡിയൻ. ക്വസ്റ്റ്യനിൽ ഡിഗ്രിയിലാണ് തന്നിരിക്കുന്നതെങ്കിലും നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ട ഫാക്ടറാണ് π ബൈ 180. ഇനി ഇത് തിരിച്ചെഴുതുവാണെങ്കിലോ 1 റേഡിയൻ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, 1 റേഡിയൻ ഇസ് ഈക്വൽ ടു 180 ഡിവൈഡഡ് ബൈ π ഡിഗ്രി. ഈ രണ്ട് കൺവേർഷനും ഓർത്തിരിക്കുക, പ്രോബ്ലം സോൾവിങ്ങിൽ ആവശ്യമുള്ളതാണ്. ഇനി രണ്ടാമത്തെ സപ്ലിമെൻ്ററി ക്വാണ്ടിറ്റി ആയ സോളിഡ് ആംഗിൾ. സോ വാട്ട് ഈസ് സോളിഡ് ആംഗിൾ? സോ ആദ്യമേ തന്നെ പ്ലെയിൻ ആംഗിൾ ഞാൻ പറഞ്ഞു, പ്ലെയിൻ ആംഗിൾ ഇസ് ആപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് എ 2-dimensional ഫിഗർ. എന്നാൽ ഒരു 3-dimensional ഫിഗർ കൺസിഡർ ചെയ്യുമ്പോഴാണ് സോളിഡ് ആംഗിളിൻ്റെ റെലവൻസ് വരുന്നത്. സോ സോളിഡ് ആംഗിൾ ഇസ് ഓൾവേസ് ആപ്ലിക്കബിൾ ടു എ 3-dimensional കേസ്. സോളിഡ് ആംഗിളിൻ്റെ ഡെഫിനേഷൻ ഇതാണ്, ഇറ്റ് ഇസ് ദി റേഷ്യോ ഓഫ് ഇന്റർസെപ്റ്റഡ് ഏരിയ ടു ദി സ്ക്വയർ ഓഫ് ദി റേഡിയസ്. It is the ratio of intercepted area to the square of the radius. Unit of solid angle is steradian and symbol is SR. ഇതൊരു എക്സാമ്പിളിലൂടെ നോക്കാം. ഇപ്പം നമുക്കൊരു 3-dimensional ഫിഗറായ സ്ഫിയർ ഉണ്ടെന്ന് കരുതുക. ഈ സ്ഫിയറിൻ്റെ
ഒരു സ്മോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എടുക്കുക. അപ്പോൾ ഇത് സ്ഫിയറിൻ്റെ സെൻറ്ററാണ്. ഈ സെൻറ്ററിൽ നിന്ന് 2 ലൈൻസ് അതിൻ്റെ സർഫസിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ സർഫസിൽ എത്തുമ്പോൾ ഇതിന് തുടർന്ന് സഞ്ചരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ സർഫസിലുള്ള ഈ പർട്ടിക്കുലർ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈ ലൈനെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇന്റർസെപ്റ്റ് ചെയ്യണം. സോ ഹിയർ ഇന്റർസെപ്റ്റഡ് ഏരിയ മീൻസ് ഇറ്റ് ഈസ് ഇന്റർസെപ്റ്റഡ് ഓർ ബ്ലോക്ക്ഡ് ബൈ ദി സർഫസ് ഹിയർ. സോ ഇതാണ് ഇന്റർസെപ്റ്റഡ് ഏരിയ. അപ്പോൾ ഈ ഒരു ക്രോസ് സെക്ഷനിലെ എല്ലാ പോയിന്റും ഈ സെൻറ്ററുമായിട്ട് ജോയിൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ സെൻറ്ററിൽ ഒരു സോളിഡ് ആംഗിൾ കിട്ടും. ഈ സോളിഡ് ആംഗിളിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഒമേഗ എന്ന ലെറ്റർ വെച്ചാണ്. ഇവിടെ ഞാൻ ഒരു സ്മോൾ സെക്ഷൻ ഓഫ് സോളിഡ് ആംഗിളെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഡി ഒമേഗ. സോ ഡി മീൻസ് എ സ്മോൾ ഫ്രാക്ഷൻ. മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ തന്നെ. സോളിഡ് ആംഗിളിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ഇന്റർസെപ്റ്റഡ് ഏരിയ ടു ദി സ്ക്വയർ ഓഫ് ദി റേഡിയസ്. ഇവരുടെ ഇന്റർസെപ്റ്റഡ് ഏരിയ ഡി എ. സോ ഡി ഒമേഗ ഇസ് ഈക്വൽ ടു ഡി എ ബൈ ആർ സ്ക്വയർ. ഇവിടെ നമ്മൾ മുമ്പത്തെ കേസിലെ പോലെ തന്നെ ഈ സ്ഫിയർ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ, കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു സ്ഫിയറിൻ്റെ ഏരിയ എന്നുള്ളത് 4πr² ആണ്. റേഡിയസ് r² ആണ്. ഒമേഗ ഫോർ എ കംപ്ലീറ്റ് സ്ഫിയർ ഇസ് 4πr² ഡിവൈഡ് ബൈ r². r² കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഒമേഗ ഇസ് ഈക്വൽ ടു 4π. ഒരു കംപ്ലീറ്റ് സ്ഫിയറിൻ്റെ സെൻറ്ററിലുള്ള സോളിഡ് ആംഗിളിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4π ആണ്. ഇനി പ്ലെയിൻ ആംഗിളും സോളിഡ് ആംഗിളും മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒരു എക്സാമ്പിൾ കൂടെ കൺസിഡർ ചെയ്യാം. അപ്പോൾ പ്ലെയിൻ ആംഗിൾ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ആപ്ലിക്കബിൾ ഫോർ എ 2-dimensional ഫിഗർ, വൈൽ സോളിഡ് ആംഗിൾ ഇസ് ആപ്ലിക്കബിൾ ഫോർ എ 3-dimensional ഫിഗർ. സപ്പോസ് ഇവിടെ ഒരു ആർക്ക് ലെന്ത് കൺസിഡർ ചെയ്യുക. ആർക്കിനെ നമ്മൾ എ ബി എന്ന് റെഫർ ചെയ്തു. ഇനി ആർക്കിൻ്റെ ഇടയ്ക്കിൽ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യാം. ഈ പോയിന്റ് ആർക്കിലെ 2 അറ്റവും, അതായത് എയും ബിയും തമ്മിൽ കൂട്ടിമുട്ടിക്കുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു സെക്ടർ കിട്ടി, റൈറ്റ്? ആൻഡ് ദിസ് സെക്ടർ സബ്സ്റ്റൻസ് ആൻഡ് ആംഗിൾ അറ്റ് ദി സെൻറ്റർ. ഐ എം ടേക്കിംഗ് പി ബി ഡിസ്റ്റൻസ് ആസ് റേഡിയസ്. പ്ലെയിൻ ആംഗിളുടെ ഡെഫിനേഷൻ അനുസരിച്ച് തീറ്റ ഇസ് ഈക്വൽ ടു ആർക്ക് ലെന്ത് ബൈ റേഡിയസ്. ഇവിടെ ആർ ലെന്ത് എ ബി ആണ്. എ ബി ഡിവൈഡഡ് ബൈ റേഡിയസ്, ദാറ്റ് ഇസ് ആർ. സോ ഇതാണ് പ്ലെയിൻ ആംഗിൾ. ഇനി സോളിഡ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു 3-dimensional കേസിൽ റെലവൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. സെയിം ഫിഗറിൽ തന്നെ ഒരു സോളിഡ് ആംഗിൾ കൺസിഡർ ചെയ്യാം. അതിനായിട്ട് തന്നെ എനിക്ക് ഈ കർവിനെ ഒരു സോളിഡിൻ്റെ ഭാഗമായിട്ട് മാറ്റണം. ലെറ്റ് us try to extend this curve. ഈ ഒരു ഷേപ്പ് കൺസിഡർ ചെയ്യാം. ഇനി ഇതിൻ്റെ എല്ലാ അറ്റവും ഈ പർട്ടിക്കുലർ പോയിന്റ് പി ആയിട്ട് നമ്മൾ യോജിപ്പിക്കാൻ പോകണം. എല്ലാ അറ്റവും പോയിന്റ് പി ആയിട്ട് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ഫിഗർ കിട്ടും, റൈറ്റ്? നൗ ഈ പോയിന്റ് പി ഇവിടെ ഒരു സോളിഡ് ആംഗിൾ സബ്സ്റ്റൻറ്റ് ചെയ്യും. ആ സോളിഡ് ആംഗിളിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും. Now this is the shape of the solid angle. And ഈ സോളിഡ് ആംഗിളിനെ നമ്മൾ വിളിക്കുന്നതാണ് ഒമേഗ. ഇവിടെ തീറ്റ അല്ല, ഒമേഗ. എന്താണ് ഒമേഗ? ഒമേഗ എന്ന് പറഞ്ഞാൽ ഈ ഒരു സർഫസ്. അപ്പോൾ ഈ സർഫസ് ആണ് ഇവിടെ ഇന്റർസെപ്റ്റ് ചെയ്തേക്കുന്നത്. ഈ സർഫസ് ദാറ്റ് ഇസ് എ ബൈ ഇവിടെ ഈ റേഡിയസിൻ്റെ സ്ക്വയർ. സോ ദിസ് ഇസ് ദ ഡിഫറൻസ് ഓഫ് പ്ലെയിൻ ആംഗിൾ ആൻഡ് സോളിഡ് ആംഗിൾ. പ്ലെയിൻ ആംഗിൾ ഒരു 2-dimensional കൺസെപ്റ്റ് ആണ്. അതേസമയം സോളിഡ് ആംഗിൾ ഒരു 3-dimensional കൺസെപ്റ്റ് ആണ്. ഇത് വളരെയധികം ആപ്ലിക്കേഷൻസ് ഉള്ള ഒരു ഐഡിയ ആണ്. സപ്പോസ് നമുക്കൊരു ടോർച്ച് ഉണ്ട്. ഈ ടോർച്ച് ലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് പോകുന്ന ഡയറക്ഷൻ ഏതാണ്? അത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ലൈറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇവിടെയും റെലവൻ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ ആണ് സോളിഡ് ആംഗിൾ. ജസ്റ്റ് ഓർത്തിരിക്കുക, ഇറ്റ് ഇസ് എ റേഷ്യോ ഓഫ് ഇന്റർസെപ്റ്റഡ് ഏരിയ ടു ദി സ്ക്വയർ ഓഫ് ദി റേഡിയസ്. നോട്ട് റേഡിയസ് ബട്ട് സ്ക്വയർ ഓഫ് ദി റേഡിയസ്.